നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നൊരു എനർജിയാണ് കേട്ടോ. നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നോ അതോ നിങ്ങളോട് ചീറ്റിംഗ് കാണിച്ചതാണോ, സത്യമുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് അത് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് രീതിയിലുള്ളൊരു ബന്ധമാണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു പേഴ്സണിൽ നിന്ന് എങ്ങനെയുള്ളൊരു സാന്നിധ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു, അല്ലെങ്കിൽ അവർ കോണ്ടാക്റ്റിൽ വന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ പറഞ്ഞ് അഫർമേഷൻസ് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് അവസ്ഥ, പ്രസൻറ്റ്, ഫ്യൂച്ചറൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി നമുക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ നോക്കാം. കൂടാതെ അതിനകത്തുള്ള തടസ്സങ്ങൾ എന്താണ്, വരാൻ പോകുന്നത് എന്താണ്, അതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഈ റീഡിങ്സ് ഇപ്പോൾ ജനറൽ റീഡിങ്സിലാണെങ്കിലും നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക കേട്ടോ. അവരുടെ കറൻറ്റ് അവസ്ഥ എന്താണ്, അവർ തേർഡ് പാർട്ടിയിലാണോ അല്ലെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിൽ നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻസ് ലഭിക്കും കേട്ടോ. അതെല്ലാം നമ്മളുടെ ഒരു എനർജി ബേസിലാണ്, സോൾ കണക്ഷൻസ് വെച്ചുള്ള കാര്യങ്ങളാണ്, മൈൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ എത്രത്തോളം പ്രസൻസ് അതിനകത്ത് കൊടുക്കുന്നു അതനുസരിച്ച് നമുക്കതിൻ്റെ ഫലം കിട്ടും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫയർ എനർജി തന്നെയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ ഡിസംബർ മാസത്തിൻ്റെ എനർജി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഈ അസ്ട്രോളജിക്കൽ സൈൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ ബർത്ത് ഡേറ്റ് ആവാം, അങ്ങനെയുള്ള എനർജിയാണ്. ബർത്ത് ഡേറ്റിനെ ബേസ് ചെയ്താണ് കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ എടുക്കുന്നത്. അതായത് ഡിസംബർ മാസത്തിൽ ജനിച്ച വ്യക്തികൾ, ഓഗസ്റ്റിൽ ജനിച്ച വ്യക്തികൾ, ഏപ്രിലിൽ ജനിച്ച വ്യക്തികൾ എന്നൊക്കെയുള്ളൊരു എനർജിയാണ് നമ്മളതിനകത്ത് നോക്കുന്നത് കേട്ടോ. മറ്റേ ഒരു സോഡിയ സൈൻ്റെ എനർജികൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് ഞാൻ കണക്റ്റ് ചെയ്യട്ടെ എന്ന്. അപ്പം നമുക്ക് ഈ 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിലേക്ക് നോക്കാം. ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരുന്ന കാലത്തിൽ തൊട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ടായിരുന്നതാണ്. എപ്പോഴും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധത്തിൻ്റെ എനർജി ആയിരുന്നു. അതായത് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്ന ബന്ധമാണ്. അതല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എനർജിയുള്ള റിലേഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്ര അകലെ ആയിരുന്നെങ്കിലും ഒരു ഫയർ എനർജി ആയിരുന്നു. എത്ര പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫയർ എനർജി ആയിരുന്നു. അതായത് ഒരു പൂർണ്ണതയുള്ളതായിരുന്നു. കൂടാതെ തന്നെ പൂർവ്വജന്മ കണക്ഷൻസ് ഉള്ളൊരു ബന്ധമായിരുന്നു നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ. ഒന്നിലധികം ജന്മങ്ങൾ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരുന്നു എന്നുള്ളൊരു എനർജി കൂടി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒന്നും ഇതിനകത്ത് പറയാനില്ല കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയെ വന്നിരുന്നത് ശക്തമാകുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത്. അതായത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് കണ്ടെത്തിയ ഒരു നിധി പോലെ, അല്ലെങ്കിൽ എവിടെയോ വെച്ച് കണ്ടു മറഞ്ഞ, അല്ലെങ്കിൽ എവിടെയോ ഒരു ഓർമ്മയിൽ കുടുങ്ങിക്കിടന്ന ഒരു എനർജി പോലെ തന്നെ ഒരു പൂർവ്വജന്മ ബന്ധത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫസ്റ്റ് ടൈം മീറ്റപ്പ് എനർജിയിൽ അവർക്ക് ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത്. വല്ലാതെ ഒരു ഹാർട്ട് ടച്ചിങ് എനർജി നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കരിയർ പാതയെ ബേസ് ചെയ്താവാം നിങ്ങൾ കണക്റ്റഡ് ആയത്. അതല്ല എങ്കിൽ ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത്,
അതായത് ഒരു വാട്ടർ എനർജിയുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഏതോ ഒരു ട്രാവലിങ്ങിന് ഒരു ടൂർ പ്രോഗ്രാം ആവാം, അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയിലൂടെ കണക്ട് ചെയ്ത് ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻസ് ആവാം. എന്താണെങ്കിലും വളരെയധികം ഒരു സെലിബ്രേറ്റഡ് ആയ ഹാപ്പി മൂമെൻറ്റ്സിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു മീറ്റപ്പ് എനർജി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് കരിയർ പാതയിലൂടെ, അതായത് കരിയർ ബേസിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു ആക്ഷൻ എടുത്ത് നിന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെല്ലുവിളികളിൽ കണക്ട് ചെയ്ത് കുറച്ചൊരു സ്ട്രെസ് എനർജിയിലൊക്കെ നിന്ന ടൈമിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയ വ്യക്തിയുമാവാം. എന്താണെങ്കിലും നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു എനർജി ബോണ്ട് എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ചൊരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു സൗഹൃദ ബന്ധത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ട്, ആ ഒരു പാസ്റ്റ് ലൈഫ് എനർജീനെ കണക്റ്റ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പം നിങ്ങൾ തമ്മിൽ സാധാ ഒരു സൗഹൃദത്തിൽ ഇരുന്നിടത്ത് നിന്നും പെട്ടെന്ന് നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്ത്, അവർക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തൊരു എനർജീനെ കൂടി നമുക്കിവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോലും വളരെ പോസിറ്റീവ് ആയിരുന്നു, ഒരു ഗുഡ് എനർജി ആയിട്ട്. അതായത് ഇനി എത്ര വലിയ മോശം അവസ്ഥയിൽ പോലും നിങ്ങളുടെ പ്രസൻസ് അവർക്കൊരു ഗുഡ് എനർജി ആയിട്ട് ഫീൽ ചെയ്തിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവാണ് കേട്ടോ. കംബാക്ക് എനർജിയുടെ പ്രസൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. റീയൂണിയൻ പ്രസൻസ് പോലെയാണ്, അതായത് പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ള ഒരു റിലേഷൻ തന്നെയാണ്. റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള അൺകണ്ടീഷണൽ ലവ് എനർജി തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ ഒരു നിരാശയിൽ നിന്ന സമയത്ത്, ഒരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ ഒരു റോങ് സിറ്റുവേഷൻസിൽ, ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്ന സമയത്ത് നിങ്ങളിൽ നിന്നും ലഭിച്ച ഒരു സപ്പോർട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് വല്ലാതെ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒരു വീഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ ഒരു നിസ്സഹായമാകുന്ന അവസ്ഥയിൽ നിന്നും ഒന്നെങ്കിൽ നിങ്ങൾക്കോ അവർക്കോ ഒരു എന്താ പറയുക, ഒരു ഫെയിലിയർ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലോസിൽ നിന്ന സമയത്ത് കണക്റ്റഡ് ആയ ബന്ധമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിരുന്നു, സമാധാനമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കുക, അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയ ഇമോഷൻസുകൾ വാരിക്കോരി നൽകിയ ഒരു സമയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രെസ് എനർജിയിലൂടെ പോയ സമയത്ത്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തായിരിക്കും ചെയ്തതായിട്ട് കാണുന്നത്. അതുകൊണ്ട് രണ്ടുപേരിൽ ആർക്കോ ഒരു വ്യക്തിക്ക് വളരെ ശക്തമാകുന്ന ഒരു വീഴ്ചയിൽ നിന്നും കയറി വരാൻ സാധിച്ച ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ഹാപ്പി എനർജി ആയിരുന്നു കേട്ടോ അവരെ സംബന്ധിച്ച്. ഒരു നഷ്ടപ്പെട്ട എന്തോ തിരിച്ച് കിട്ടിയ പോലെ ഒരു ഫീലിങ്സ് ആയിരുന്നു. ഒരു പ്രാന്തമായിട്ട് നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും ശ്വാസം മുട്ട് തോന്നിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ ഇമോഷണൽ പ്രസൻസ്, അതായത് ആ ഒരു വ്യക്തി നിങ്ങളെന്ന് പറയുന്ന ഒരു ഉള്ളിൽ ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിനപ്പുറത്തേക്ക് ഒന്നും അവർക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്ത വന്നൊരു സിറ്റുവേഷൻസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും വശംവദമായി നിന്ന സമയങ്ങളുണ്ട് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഏത് രീതിയിലും ഈ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അടിമപ്പെട്ട് നിന്ന സമയങ്ങളും ഈ ഒരു പേഴ്സണിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്വപ്നം റിയാലിറ്റി ആയ ഒരു ഫീലിങ്സ് ആയിരുന്നു. കാരണം ഇതിനപ്പുറത്തേക്കിനി ഒന്നും ഇല്ല ജീവിതത്തിലേക്കെന്ന് വരെ അവർ ചിന്തിച്ച നിമിഷങ്ങളായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു അഡിക്ഷൻ ആയിരുന്നു കേട്ടോ. അവർ അത്രത്തോളം ആഴത്തിൽ അവരുടെ ശ്വാസം പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളിലൂടെ മാത്രം കടന്നു പോയിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന തരത്തിൽ നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആയിരുന്നു, ആകർഷണീയമായിരുന്നു. നിങ്ങളെ അവർ ഒന്നും ചിന്തിക്കാതെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പ്രണയിച്ചിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലോ അവരിലോ ലൈഫിൽ ഒരു ട്രോമയിൽ നിന്ന സമയത്താണ് ഈ ഒരു റിലേഷൻ്റെ ഒരു കണക്ഷൻ എനർജി വരുന്നത്. തീർച്ചയായിട്ടും എല്ലാം മറന്ന്
അതായത് പ്രതിസന്ധികളെയെല്ലാം മറന്ന് മുന്നോട്ടേക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങളിൽ തന്നെ ഒരു ഫിസിക്കലി വരെ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട്. അവരിലും ഫിസിക്കലി വരെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്തൊക്കെയോ ആവണം, എവിടേക്കോ എത്തണം എന്നുള്ള ഒരു ആഗ്രഹവും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായി എന്ന് തന്നെ പറയാൻ പറ്റും. മറ്റൊരിടത്തൊരു വീഴ്ച സംഭവിച്ചപ്പം അതെല്ലാം നികത്തി ഒരു ക്ലാരിറ്റി വരുത്തി ഒരു പോസിറ്റീവായ ഒരു സ്റ്റാൻഡ്, ഒരു സ്ട്രോങ് ആയ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു റിലേഷൻ കൊണ്ട് നമുക്ക് ഇതിനകത്ത് എനർജിയിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും ആഗ്രഹിച്ചിരുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചത് അത് ആ ഒരു പേഴ്സണിൽ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒരാൾ മനക്കോട്ട കെട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണുന്നത് അത് റിയാലിറ്റി ആവുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്ത്. കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇത് ഒരു മിറാക്കിളാണോ, ഒരു മാജിക്കാണോ എൻ്റെ ലൈഫിൽ ഇപ്പം സംഭവിക്കുന്നത്. കാരണം സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു കാര്യം, സ്വപ്നത്തിൽ ചിന്തിക്കാത്ത തരത്തിൽ ഒരു വ്യക്തിയെ, ആ ഒരു പേഴ്സൻ്റെ ഒരു ആഗ്രഹത്തിന് തുല്യമാകുന്ന ഒരു വ്യക്തിയെ ലഭിച്ചപ്പം അവരെ സംബന്ധിച്ച് അവർ ചിന്തിച്ചത് എന്തോ ഒരു മാജിക്ക് ലൈഫിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നുവരെ ആ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴും വളരെ ശക്തമായിട്ട് ചിന്തിച്ചൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി കാത്തിരുന്നത്, അതായത് ആ ഒരു വ്യക്തി കുറേ കാലങ്ങൾ കൊണ്ട്, ഒരു പക്ഷേ ഒരു 6-7 വർഷത്തെ ഒരു കാത്തിരിപ്പായിരിക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ കണക്ഷൻ ലഭിച്ചതായിട്ട് പറയാൻ സാധിക്കുന്നു. ഇതിനകത്ത് നോക്കുമ്പം പറയാൻ പറ്റുന്നത് അവരിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയപ്പം ഒരു വെയിറ്റിങ്ങിലായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പ്, വെയിറ്റിംഗ് എന്തായിരുന്നു അത് അവർക്ക് ലഭിച്ചു എന്നുള്ള അവർ വെയിറ്റിംഗ് ചെയ്തപ്പം സെക്കൻഡ് ചാൻസ് പോലെ അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാളും കുറച്ചും കൂടി പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസ് അവർക്ക് ലഭിച്ചു എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെന്താണോ ആഗ്രഹിച്ചത്, ഒരു വ്യക്തിയുടെ പ്രസൻസ്, ഒരു അൺകണ്ടീഷണൽ സ്നേഹം, ഇതെല്ലാം അവർ എത്രത്തോളം ആഴത്തിൽ ആഗ്രഹിച്ചു അതെല്ലാം നിങ്ങളിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരൊരു ലക്കി എനർജിയിലാണ്. അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും പവർഫുള്ളായ ഒരു സ്നേഹം, പ്രണയം, പ്രസൻസ്, സപ്പോർട്ട്, കെയറിങ്, ഇതെല്ലാം നിങ്ങളിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്ത്, അവർ ചില സമയങ്ങളിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ഒരു അമ്മ, ഒരു മദർ ഒരു കുഞ്ഞിനെ എത്രത്തോളം കെയറിങ്ങോടുകൂടി സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ 100 ഇരട്ടിയായിട്ട് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സ്റ്റക്നെസ്സിൽ നിന്നും ഒരു തുടക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അതായത് അവരെവിടേക്കോ ബ്ലോക്കായി നിന്ന സമയത്ത്, ഇമോഷണലി ആണെങ്കിലും മറ്റു വ്യക്തി ബന്ധങ്ങളിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുമൊക്കെ ഇവർക്ക് ഒരുപാട് ഒരു ബ്ലൈൻഡ് എനർജി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലോക്കിംഗ് സംഭവിച്ച സമയത്ത് മുന്നും പിന്നും നോക്കാതെ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ ഒരു സാന്നിധ്യമായിരുന്നു നിങ്ങളുടേതെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അവരൊരു ഫൈറ്റിംഗ് ചെയ്ത്, അവർ പലയിടങ്ങളിലും ഫൈറ്റിംഗ് ചെയ്ത് ഇരുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്നവരല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളിലും കോൺഫ്ലിക്റ്റുകളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന. ഫൈറ്റിംഗ് എനർജിയിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഫൈറ്റിംഗ് എനർജിയിൽ നിന്നും അവർക്ക് ലൈഫിലൊരു പുതിയ തുടക്കം, ഒന്നും ചിന്തിക്കേണ്ട, ഇനി മുന്നോട്ടേക്ക് പോകാമെന്നുള്ളൊരു ധൈര്യം, ഒരു സ്ട്രെങ്ത് ഒക്കെ ഇവർക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസിലൂടെ തന്നെയാണ് എന്നുള്ളത് അവരാഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻസ്, ഒരു പുതിയ തുടക്കം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ ചുവടുവയ്പ് നടത്താൻ പറ്റിയത് നിങ്ങളുടെ പ്രസൻസിൽ തന്നെയാണ്. നിങ്ങളുടെ പ്രസൻസ് അവരിലേക്ക് എപ്പോൾ വന്നോ അപ്പോൾ തൊട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ, ഓപ്ഷൻ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു നിങ്ങളുടെ പ്രസൻസിലൂടെ അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുക. കാരണം അവരിലുണ്ടായിരുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആയപ്പോൾ ഹീലായി തീരുകയും അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് സക്സസ് നേടാൻ അവർക്ക് അവസരങ്ങൾ വന്നു ചേർന്നതും അവർക്ക് ഒന്നും നോക്കാതെ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ സാധിച്ചതുമെല്ലാം നിങ്ങളുടെ പ്രസൻസിലൂടെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ സക്സസ്സുകൾ എല്ലാം
ബ്ലോക്കായിരുന്നു. അവരെവിടെയൊക്കെ ചെന്ന് തൊട്ടാലും അപവാദങ്ങൾ കേട്ട വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, തകർച്ചകൾ സംഭവിച്ച വ്യക്തികളുണ്ട്, വിശ്വസിച്ച പലയിടത്തു നിന്ന് ചീറ്റിംഗ് നേരിടേണ്ടി വന്ന വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. അവരൊരു വിജയത്തിലേക്ക് കുതിച്ച സമയത്ത് അവർക്കൊരു ഇംബാലൻസിങ് എനർജി, പുറകിൽ നിന്നും ഒരു തിരിച്ചടി ലഭിച്ച വ്യക്തിയാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധം അവരുടെ കൂടെ നിന്ന് ആരൊക്കെയോ അവരെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇംബാലൻസിങ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അവരെ തളർത്തി കളഞ്ഞവരൊരു നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയോടുകൂടി ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഒരു കോമാളിയെ പോലെ, ശരിക്കും എന്താ പറയുക, ഒരു കൊമേഡിയനെ പോലെ നിൽക്കേണ്ടി വന്ന, ഒരു ജോക്കർ എനർജിയിൽ നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട്. അതായത് ഒരു ചെറിയൊരു മോശം സമയം ഇവരുടെ ലൈഫിൽ വന്നപ്പം ഇവരുടെ എല്ലാ സക്സസ്സുകളെയും തകർത്ത് കളഞ്ഞ ചില നെഗറ്റീവ് പ്രസൻസുകൾ ഇവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. വ്യക്തികളിൽ നിന്നാവാം, സാഹചര്യങ്ങളിൽ നിന്നാവാം, അവർക്ക് നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവിടെ നിന്നെല്ലാം അവർക്ക് വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ, എഫോർട്ട് എടുക്കാൻ തോന്നിയത് നിങ്ങളുടെ പ്രസൻസ് അവരിലേക്ക് കണക്റ്റഡ് ആയപ്പോഴാണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, ഒരു കെയറിങ് അവരെ വീണ്ടും ഉയർച്ചയിലേക്ക് എത്തിക്കാൻ അവരെ സഹായിച്ചു. അവർക്ക് മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ, തുടർന്ന് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ ധൈര്യം അവർക്കുണ്ടായതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എവിടം വരെ എത്താൻ പറ്റും, എന്താണ് അവരുടെ ഒരു ജന്മോദ്ദേശം എന്നുള്ളതുവരെ അവർക്ക് വ്യക്തമാക്കി കൊടുത്തത് നിങ്ങളുടെ പ്രസൻസിലാണ്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇവരെത്രത്തോളം മാറി നിന്നാലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് കാത്തിരിക്കുമെന്നുള്ളതും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഹാങ്ക്ഡ്മാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇമോഷണൽ ബ്ലോക്കേജുകളും കാര്യങ്ങളും ചീറ്റിങ്ങും എല്ലാം ഇവരുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ചില സമയങ്ങൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസുകളും കുറച്ച് സ്ട്രെസ് എനർജിയൊക്കെ അവർ നേരിടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് ചില സമയങ്ങളിൽ ഒരു സ്റ്റക്നെസ് വരുത്തുന്നുണ്ടാവാം, ഒരു ഇൻഡിസിഷൻ എനർജി എടുക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്കിടയിൽ ഒരു ഇംബാലൻസിങ് ഉണ്ട്, അതായത് പൊരുത്തക്കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നത് അസാധ്യമാണ്. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടോ ഏജ് പരമായിട്ടോ ജീവിത സാഹചര്യം വെച്ച് ഒരാൾക്ക് രണ്ട് കുടുംബങ്ങളുള്ള വ്യക്തികളാവാം. എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ബാലൻസിങ് കുറവുണ്ട്. അതായത് പൊരുത്തപ്പെട്ടു പോവുക എന്നതിന് ഒരു ഡിഫിക്കൽറ്റി, ഒരു തടസ്സമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് അവരെ വല്ലാതെ ഒരു സ്ട്രെസ് എനർജിയിൽ എത്തിക്കുന്നുണ്ട്. ഇവരെ ആരൊക്കെയോ വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് നേരിടേണ്ടി വരുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട്. ആ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ഫ്യൂച്ചറിലേക്കൊരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട്, അവരുടെ ജീവിതത്തിന് ഒരു വലിയൊരു പരാജയമായി തീരാനും സാധ്യതയുണ്ടാകുമോ എന്നും അവർ വല്ലാതെ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളിലേക്ക് അവരുടെ സ്നേഹം തരുന്നത് കുറയുന്നുണ്ടാവാം. അവരുടെ പ്രസൻസിൻ്റെ ഒരു ആഴം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പതുക്കെ അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തിനേക്കോ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ എനർജി പ്രസൻസ് ആണ്. അതായത് ഒരു മോശം ഡെസ്റ്റിനിയാണ്. ജസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പായിട്ട് പറയേണ്ടി വരും. ഇത്രത്തോളം പൂർണ്ണത ആ ഒരു ബന്ധത്തിൽ വന്നുവെങ്കിലും മതിമറന്ന് എവിടെയാണോ നമ്മൾ അമിതമായിട്ട് അഡിക്ഷനോടുകൂടി നിൽക്കുന്നത് അവിടെ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ കൂടുതൽ അഡിക്ഷൻ ഫീൽ ചെയ്യുന്നത് അത് കാർമിക് എനർജിയിലേ വരികയുള്ളൂ. സോൾ കണക്ഷൻസിലോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൊന്നും രണ്ട് വ്യക്തികളും ഒരു വ്യക്തി അഡിക്റ്റഡ് ആവുകയില്ല. കാർമിക് റിലേഷൻഷിപ്പിലേക്കാണ് ബന്ധം പോകുന്നതെങ്കിൽ അതിനകത്തൊരു പേഴ്സൺ അഡിക്റ്റഡ് ആയിരിക്കും. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഉൾവലിയാൻ ശ്രമിക്കും കുറച്ച് ടൈം കഴിയുമ്പം. അതായത് പൂർണ്ണമായിട്ടും അത് ഒരു പ്രകൃതിയുടെ ഒരു മായാജാലം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഒരാളെ പൂർണ്ണമായിട്ടും അതിനകത്ത് കർമ്മ അനുഭവിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബന്ധത്തിൽ അഡിക്റ്റഡായി പോകും. മറ്റേ കർമ്മ നടപ്പിലാക്കാൻ വന്ന ആ ഒരു ജസ്റ്റിസ് എനർജിയിൽ വന്ന വ്യക്തി എന്ന് പറയുന്നത് പതുക്കെ ബന്ധത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് വലിയാൻ സാധിക്കുമെന്നുള്ളതാണ് കേട്ടോ. അതിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് വന്നപ്പോഴായിരിക്കും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കർമ്മയുടെ സമയമായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ശരിക്കും ശക്തമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ മറ്റുള്ളവർ ഇടപെടുന്ന ഒരു സമയത്തിലേക്കൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് കോൺഫ്ലിക്റ്റ് ആക്കുന്നുണ്ട്, അൺഹെൽത്തി പ്രസൻസിലേക്ക് വരും. കൂടാതെ തന്നെ ഒരു ബന്ധത്തിൽ നിന്നും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, ഒരു കോണ്ടാക്റ്റ് ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു നിങ്ങളിലേക്ക് വന്നതുപോലെ തിരിച്ചു പോകേണ്ടി വരും. അതല്ല എങ്കിൽ ഇപ്പോൾ അവർ പാസ്റ്റിലേക്ക് തിരിച്ചു പോയി, നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവർ പാസ്റ്റിലേക്ക് കറൻറ്റിൽ തിരിച്ചു പോയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കാർമിക് ടൈമാണ് കേട്ടോ. നിങ്ങളുടെ വിധിയാണിത്. നിങ്ങൾ കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അവർക്കൊരു ബെർഡൻ ഫീലിങ്സ് വന്നു, സ്ട്രെസ് എനർജി വന്ന സിറ്റുവേഷൻസ് ആണ്. ടെമ്പറൻസ് എനർജി ഉണ്ട്, ഇംബാലൻസിങ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു വ്യക്തി ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് അതിനകത്ത് എക്സ്ക്യൂസ് പറയും ആ ഒരു പേഴ്സൺ. നിങ്ങളിൽ ആരാണോ മൂവ് ഓൺ ചെയ്യുന്നത് അവർ എക്സ്ക്യൂസ് പറയും. അതായത് ഇംബാലൻസിങ് ആണ്, ബാലൻസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന രീതിയിൽ പൊരുത്തക്കേടുകൾ കണക്റ്റഡ് ആണ് എന്ന് പറയാനും മടിയില്ല. കാരണം അവരുടെ ഒരു പാഷൻ എനർജി, അവരെന്താണോ ആഗ്രഹിച്ചത് അതിനപ്പുറത്തേക്ക് അവർ മറ്റൊന്നിലേക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു എന്നുള്ള സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് ഈ ഒരു എനർജിയിലൂടെ, ഒരു ബ്ലൈൻഡ് എനർജിയിലൂടെ കടന്നു പോകേണ്ടതാണ്. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു നിങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു എനർജി ആയിട്ട് കാണുക തന്നെ ചെയ്യുക. കൂടാതെ തന്നെ ഇതിനകത്ത് പൊരുത്തക്കേടുകളുണ്ട്, മറ്റു വ്യക്തികളുടെ പ്രസൻസ് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റീയൂണിയൻ എനർജി ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു നോ കോണ്ടാക്റ്റിലേക്കോ പൂർണ്ണമായിട്ടും ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ തന്നെ തീർച്ചയായിട്ടും തിരിച്ചു വരാൻ സാധ്യതയുള്ള എനർജി തന്നെയാണ് കാണുന്നത്. പക്ഷേ ലോങ് ടൈം എടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഒരു 3-5 ഇയറിൻ്റെയൊക്കെ എനർജിയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം എടുത്തു ചാടിയൊന്നും കാർമിക്കിൻ്റെ സിറ്റുവേഷൻസ് അവസാനിക്കില്ല. കാർമിക് എനർജി കണക്റ്റഡ് ആകുമ്പം അതനുസരിച്ച് ഒരു ടൈം എടുക്കും ആ ഒരു കർമ്മഫലം അവസാനിക്കാൻ. എന്താണെങ്കിൽ റീയൂണിയൻ എനർജി പ്രസൻസ് ഉണ്ട്. ഇംബാലൻസിങ്, അതായത് ആ ഒരു വ്യക്തി കാര്യങ്ങളെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കും. നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ ബാലൻസിൽ പോകാനും ഈ ഒരു റിലേഷനിൽ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വെയിറ്റിംഗ് ചെയ്യുക. നിങ്ങൾ സമാധാനപരമായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നിങ്ങളും ഒരു ബൗണ്ടറി ഇട്ട് ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് വരിക, കാലം അനുകൂലമാകുന്നത് വരെ കേട്ടോ. കാരണം ഇവിടെ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് ബന്ധത്തിനകത്ത് നമുക്ക് ഈ ഒരു നോ കോണ്ടാക്റ്റും പ്രതിസന്ധികളും ഫൈറ്റിങ്ങും എല്ലാം കണക്റ്റഡ് ആവാൻ സാധ്യത. അപ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു ഫൈറ്റിങ്ങിലേക്ക് പോകാൻ ഇട വരാത്ത വിധം നിങ്ങൾ സൈലൻറ്റ് എനർജിയിൽ നിൽക്കുക. ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി വരും. റീയൂണിയൻ എനർജി മീൻസ് കാലം അനുകൂലമാകുന്ന അനുസരിച്ച് അത് നിങ്ങളുടെ ആ ഒരു കാർമിക് സർക്കിള് അവസാനിച്ച് കഴിയുമ്പം തീർച്ചയായിട്ടും പിന്നെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഒരു ശുദ്ധി കലശ, ഒരു ഒരു അഗ്നിശുദ്ധി വരുത്തി ക്ലിയർ ആയിട്ട് തന്നെ അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത്. നോ കോണ്ടാക്റ്റ് ആവാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ബന്ധം നോ കോണ്ടാക്റ്റിലേക്ക് പോകും, പ്രതിസന്ധികളുണ്ടാവും. നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കാർമിക് സൈക്കിളിലാണ്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്യുക കേട്ടോ.